ജോർജ് തർപ്പേ വാർഡ് 2. ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾക്ക് വെള്ളമില്ല. ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇതിലെ വണ്ടിയെല്ലാം പോയി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ പെര വരെയും കുലുങ്ങുന്നു, പെര വിണ്ട് കീറുന്നു. ഞാനൊരു രോഗിയായിട്ട് തീരുക. എനിക്ക് 74 വയസ്സുണ്ട്. എനിക്ക് ശ്വാസം മുട്ടൽ, തിണ്ണ നിറച്ച് പൊടി കയറുക. വഴി വീടിത് ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ പാറമട കാരണം കൊണ്ടല്ലേ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി എടുത്തോട്ടെ. വണ്ടി പോകുന്ന പ്രശ്നമാണോ, പാറ പൊട്ടിക്കുന്ന പ്രശ്നമാണോ? പാറ പൊട്ടിക്കുന്ന പ്രശ്നമുണ്ട്, വണ്ടി പോകുന്ന പ്രശ്നമുണ്ട്, എല്ലാ പ്രശ്നങ്ങളാണ്. വെള്ള പ്രശ്നം അതിൽ കൂടുതൽ. ഞങ്ങൾക്ക് വെള്ള പ്രശ്നം ഒരു 200 വണ്ടിയൊന്നും അല്ലേ. രാവിലെ എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് കണ്ണ് നിറഞ്ഞേക്കുന്ന ഇതിൻ്റെ ശബ്ദം കേട്ടോണ്ടാ ചിലപ്പോൾ മേലാതെ കിടക്കുന്ന അവസ്ഥയാണ്. അന്നേരത്തേന് ഞെട്ടിയേക്കുക ഞങ്ങൾ. ആ അവസ്ഥയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം. ഈ പാറ പൊട്ടിക്കുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഈ വീട്ടുകാർക്കൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മുഴക്കമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ അവസാനിക്കുമെന്ന് തോന്നുന്നു. അതുപോലെ കുലുക്കുക. അതുപോലെ കുലുക്കമുണ്ട്. ഞങ്ങളുടെ പേരെയൊക്കെ വിണ്ട് കയറിയായിരിക്കും. കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ കുട്ടികളൊക്കെ പേടിയാവുന്നുണ്ടോ? പിന്നെ പേടിയാവുന്നില്ലേ? അവരൊക്കെ എഴുന്നേക്കുന്നത് ഈ വണ്ടിയുടെ ശബ്ദം കേട്ടോണ്ടോക്കെ. അവർ ഈ ഒച്ചപ്പാടും ഈ പൊട്ടീര് കേട്ടോണ്ടോ ബഹളത്താലേ അവർ പിള്ളേരെ എഴുന്നേക്കുന്നത്. അത്രയും അസ്വസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതം. എന്തെങ്കിലും ഇതിനൊരു തീരുമാനം, ഞങ്ങൾക്കൊരു നീതി കിട്ടണം. നീതിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. എൻ്റെ പേര് മിനി. വീട്ടുപേര് മാണിക്കത്താകുന്ന്, വാർഡ് 2. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിവിടെ കുട്ടികൾക്ക് ഒന്നാമതെ വഴിയിലിറങ്ങി നടക്കത്തില്ല. മാലാകുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ആ സ്ഥലത്തൂടെ ഒരു പിള്ളേർ പോകണം. നേരം വെളുത്ത് ഒരു 5 മണി തൊട്ട് ഈ വണ്ടി ഇങ്ങനെ ഒരു 100-100 എണ്ണെങ്കിലും ഉണ്ട്. രാവിലെ ഇങ്ങോട്ട് വന്നേ നമ്മളൊക്കെ കണി കണ്ട, അവരുടെ വണ്ടി കണി കണ്ട കേൾക്കുന്നത് തന്നെ. പിന്നെ പാറ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ഈ കെട്ടിടങ്ങളൊക്കെ അത് ശക്തമായിട്ട് കുലുങ്ങുക. നമ്മുടെ അടുക്കളയിലിരിക്കുന്ന പാത്രങ്ങൾ വരെയാണ് നിലത്ത് ഉരുണ്ടിയാടുന്നത്. അത്ര സ്ഫോടനമാണ്, അതുപോലെ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നേ പറയാനുള്ളൂ. സ്കൂൾ ടൈമിൽ സ്കൂൾ ടൈമിലും ഓടുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പൊടി നിന്ന് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്ക് ഇവിടെ ഒരു 10-16 വീട് ഈ ഏരിയയിൽ തന്നെയുണ്ട്. ഇവിടെ താമസിക്കുന്ന മുഴുവൻ എന്തെങ്കിലും ഒരു തീരാരോഗിയായി മാറും എന്നുള്ളതിന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം പൊടി അതുപോലെയാണ്. വണ്ടി പോകുമ്പോഴുള്ള പൊടിയെ നമുക്ക് പെരയ്ക്കകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ മുറ്റത്തുനിന്ന് ഇറങ്ങി ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. പൊടി നിന്ന് തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഇല്ലായ്മയായി പോകും. വരും തലമുറ ഇനി ജീവിച്ചു വരേണ്ടതല്ലേ. അവർക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാറമട നിർത്തലാക്കണം. പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളം അവിടെ നിന്നുകൊണ്ടിരുന്ന കുടിവെള്ളം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വെള്ളമാണ്. അത് ഈ പാറമടക്കാരുടെ ഈ കാര്യം കാരണം കൊണ്ട് അത് നിന്നുപോയി. കുടിവെള്ളം ആര് പാറ പൊട്ടിക്കുന്നതുകൊണ്ടായിരിക്കും. പാറ പൊട്ടിക്കുന്നതുകൊണ്ട് വെള്ളം ഇറങ്ങി പോവാം. വെള്ളം ഭൂമിക്കടിയിലോട്ട് താന്നു പോവാം. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടും? പിന്നെ ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ട കൂടുക. എവിടെ ചെല്ലും? ആർക്കാ വെള്ളം ഉള്ളത്? ഞങ്ങൾ കാശ് കൊടുത്താണ് വെള്ളം മേടിക്കുന്നത്. അന്നന്ന് കൂലിപ്പണി എടുത്ത് അന്നന്നത്തെ വയറ് കഴുകാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ആൾക്കാർ ഇപ്പം കുടിവെള്ളം കൂടെ കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണിച്ചിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇല്ലാതായി പോകും. അത്രേ പറയാനുള്ളൂ. ഇവിടെ ഈ വണ്ടിയുടെ തടസ്സം, വണ്ടി പോകുന്ന ഞങ്ങൾക്ക് പാടായിട്ട്, പിന്നെ വെള്ളമില്ലായ്മ, അങ്ങനെയൊക്കെ. അതെ. ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതാ ഒരു ഏറ്റവും ബുദ്ധിമുട്ട്. ഒച്ചപ്പാട് ഭയങ്കരമായിട്ട്. പിന്നെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടിയാണ് ഇതിൽ പോകുന്ന ഒരു തരവും മേലാത്തതാണ്. പിള്ളേർ നല്ലപോലെ അവർക്കും പേടിയാ. പ്രകാരമാണെങ്കിലും വണ്ടി പോകും തുടങ്ങും. അത് ഇവിടെ പിന്നെ വെടിയുടെ ഒറ്റ കേൾക്കാനുള്ളൂ. സൗണ്ട് കാരണം ഇവിടെ ഇരിക്കുക, പെരയും കുലുങ്ങുന്നു. എല്ലാവർക്കും ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞാൽ 11 മാസം ഇവിടെ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. അവിടെ ഒരു ഓരി ഉണ്ടായിരുന്നു. ആ ഓരിക്കകത്ത് എല്ലാവർക്കും ഇത്ര ആൾക്കാർക്ക് വെള്ളം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് ഇല്ലെന്നായി. അത് പൊട്ടി വെണ്ടു. അപ്പോൾ അതിൻ്റെ അത് വെള്ളമില്ല, ഇറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം ഇപ്പോൾ വണ്ടി വെള്ളം മേടിക്കുക. 1200 രൂപ ട്രിപ്പ് വെള്ളം മേടിക്കുക. 2 വീട്ടുകാരും കൂടി മേടിക്കും. ഒരാഴ്ച 2 ആഴ്ച കട്ടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ദുരിതപൂർണ്ണമാണെന്ന് പറയാം. വളരെ കഷ്ടമാണ്. അപ്പോൾ അങ്ങേ ഭാഗം ഞങ്ങൾ പോയായിരുന്നേ, കയ്യൂരി ഭാഗം. അവിടെയുള്ള ഒരു 10-30 കിണറുണ്ട്. എല്ലാം വെള്ളം ഇറങ്ങിപ്പോയി. വർഷകാലത്ത് പോലും വെള്ളം കിട്ടുന്നില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഉള്ളത് വെള്ളം ചോദിക്കാൻ പറ്റിയല്ലോ. ഇപ്പോൾ ഈ ഒരു രക്ഷയില്ല. അരി മേടിച്ച് പൈപ്പ് വെള്ളത്തിനകത്ത് ഇപ്പം വരുന്ന പൈപ്പ് വെള്ളത്തിനകത്ത് അരി വെച്ചാൽ
രാവിലെ കഴിഞ്ഞ് വെച്ചാൽ വലിച്ചു പോകും. വൃത്തിക്ക് കുടിക്കാൻ കൊണ്ടുവരില്ല. വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും കഞ്ഞിയിടാനൊക്കെ വെള്ളം മേടിക്കാതിരിക്കാൻ ചായ നിർത്തി. എന്താ ശാശ്വത പരിഹാരം എന്നാ ഏട്ടാ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഇതിന് ഒരു തീരുമാനം ഉണ്ടാകണം. പോട്ടെ, പോണം. അതാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതാ ആവശ്യം. കൊടുത്ത് കാശ് മേടിച്ചവരെല്ലാം സ്ഥലം രക്ഷപ്പെട്ടു. ഇവിടെ ഒന്നും മേടിക്കാത്തവരെ ഇവിടെ തമ്പടിച്ച് കിടക്കുക. മുണ്ടക്കൽ ചൂരമല ഉണ്ടായ പോലെ ഇവിടെ ഈ ഗ്രാമത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയാനുള്ളത്. പ്രിയരെ, അതായത് മുണ്ടക്കൽ ചൂരമല ഉണ്ടായ ഒരു ദുരന്തം ഇവിടെ ഈ നാട് കാണി മലയിൽ ഉണ്ടാകരുതെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടുകാർക്ക് ഒരു ശാശ്വത ഒരു പരിഹാരം, എത്രയും പെട്ടെന്ന് ഈ പാറമട നിർത്തിപ്പോകണമെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. മോനെ, പേരെന്നാ? എത്രയല്ല പഠിക്കുന്നേ? എന്താ ഇവിടുത്തെ പ്രശ്നം? പാറമഴയുടെ ഒച്ച കാരണം ഇരിക്കാനൊന്നും പറ്റില്ല. പാറ പൊട്ടിക്കുന്ന എന്താ ബുദ്ധിമുട്ട്? പഠിക്കാനൊന്നും ഇല്ല, പറ്റുന്നില്ല. എന്നാപ്പാ? അലീന 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാറമഴയുടെ ഒച്ച കേൾക്കുമ്പോൾ പഠിക്കാനൊന്നും പറ്റുന്നില്ല. പേരെന്നാ? പേരെന്നാ? ഇവിടെ ഈ കുട്ടികൾക്കെല്ലാം പഠിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. ഈ പാറമടയുടെ ഈ പൊട്ടിയത് കാരണം പിള്ളേർ ഞടുങ്ങുവാണ്. വളരെ ഭീതിയിലാണ് ഈ പ്രദേശവാസികളെല്ലാം. ഈ പ്രദേശത്ത് ഉള്ള സ്ത്രീജനങ്ങളെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് വളരെ ഭീകരമായൊരു സംഭവമാണ്. പിള്ളേർക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മെയിനായിട്ട് പാറ പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ ടൺ കണക്കിന് 40 ടണ്ണടുത്ത് വെയിറ്റ് വന്ന ടോർസാണ് ഈ വീടിൻ്റെ ഈ വഴി കൂടെ ഇങ്ങനെ ഓടിപ്പോകുന്നു. അപ്പം എല്ലാ ആൾക്കാരും വളരെയധികം ഭീതിയിലാണ്. പിള്ളേർക്ക് പഠിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പാറ വലിയ ബോംബ് കണക്കെയാണ് ഈ പാറമടയിൽ നിന്ന് ഇങ്ങനെ കല്ല് പൊട്ടി ചാടുന്നത്. പാറ പൊട്ടിക്കുമ്പോൾ ഈ കല്ലിൻ്റെ ആ വീഴ്ച വരെയുടെ ഈ പിള്ളേരെ അധികം ഭീതി ഉളവാക്കുന്നുണ്ട്. ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. ഒരു യുദ്ധമേഖലയിൽ ഫേസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് ഈ നാട്ടുകാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ദുരിതമാണ്. എന്തോ പറഞ്ഞോപ്പാ? അതെയോ? എന്താ മോളെ പാട്? വണ്ടി പോകുമ്പോൾ വണ്ടി മുമ്പിൽ കൂടെ മുമ്പിൽ കൂടെ വരാറുണ്ടല്ലേ? എന്നാ മോനെ അങ്ങനെ ഉണ്ടല്ലേ? സ്കൂളിലെ കുട്ടികൾ സ്കൂൾ ബാഗൊക്കെ ആയിട്ട് നടന്നു പോകുന്ന കുട്ടികളാണ്. ഇവർക്ക് നടന്നു ഒന്നും പോകാൻ പറ്റത്തില്ല. ടോർസ് വലിയ ഭീകരമായ ഈ വെയിറ്റുമായിട്ട് ഈ ടോർസ് കല്ലുമായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴും കുട്ടികൾക്ക് വളരെയധികം ഭീതിയാണ് ഉളവാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്കൂൾ ടൈമിലും വണ്ടി ഇതിൽ ഓടുന്നുണ്ട് എന്നാണ് ആ കൊച്ചിൻ്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും സ്കൂൾ ടൈമിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഈ പോലീസുകാരൊക്കെ നിങ്ങളൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ജനങ്ങളുടെ നികുതി പണം മേടിച്ചുകൊണ്ട് നിങ്ങൾ അന്തസ്സായിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതൊന്നും നിങ്ങൾക്ക് യോജിച്ച ഒരു അവസ്ഥയല്ല. ഇത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി വരെ കളയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ച് നടക്കും. അത് കാരണം നിങ്ങളോടായിട്ട് പറയുകയാണ്, ഈ പിള്ളേരുടെ സ്കൂൾ ടൈമിൽ ഈ റൂട്ടിൽ പോലീസുകാരുടെ സപ്പോർട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്കൂൾ ടൈമിൽ വണ്ടി പിടിച്ചിടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് തന്നെ ഞങ്ങൾ ലൈവ് ഇട്ട് വരും. ഒരു സംശയമില്ല കാര്യമല്ല. നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ നീചമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പാറമടക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാരോടായിട്ടാണ് പറയുന്നത്. ഇതേതാ പോലീസ് സ്റ്റേഷൻ പരിധി? ഏതാ? പാലാ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടാണ് പറയുന്നത്. ഈ കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സ്കൂൾ ടൈം വരെയുടെ ഈ വഴി കൂടെ, അതായത് ഈ റൂട്ടെന്ന് പറഞ്ഞേ, ഉള്ളനാട് ആലമറ്റം റൂട്ടിലെ സ്കൂൾ ടൈമിൽ ടോർസ് ഓടുന്നുണ്ട്. ഈ കുട്ടികൾ വളരെ ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഈ വണ്ടി പിടിച്ചിടാനായിട്ട് പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. രാവിലെ യാത്രക്കാർക്ക് പോകത്തില്ല, ബസ് കയറാൻ പോകുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരല്ലോ, അവിടെ വീടുകളിലൊക്കെ പണിയെടുക്കാൻ പോകുന്നവര് നീങ്ങി നിൽക്കാൻ പോലും ഇടഭാഗമില്ല. പോകുന്നില്ല, പോകുന്നവരുടെ അവസ്ഥയാണ്. ഇനി സ്കൂൾ ടൈമിൽ വണ്ടി ഓടുന്നുണ്ടെന്ന് വിളിച്ച് പറയണേ, പരാതി മൂവ് ചെയ്തോളാം. അതിൻ്റെ അകത്ത് നമ്പർ ഉണ്ട്, ആ വീഡിയോയിൽ നമ്പർ കുഴപ്പമുണ്ട്, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഓടി കഴിഞ്ഞാൽ സ്കൂൾ ടൈമിൽ. എടാ ടാറ്റാ. ഒരു 10 വീടുകൾ 13 വീട് രണ്ടിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി ഇതിന്റെ ചുറ്റോടുള്ള പ്രദേശവും റോഡിന്റെ എതിർവശവും ഇവരുടെ കാണുന്ന കെട്ടിടങ്ങളുടെ പുറകുവശവും എല്ലാം 3-ാം വാർഡാണ്. അതെങ്ങനെ ഈ ഒരു നിർണയം ഉണ്ടാക്കിയെന്ന് പോലും മനസ്സിലാകുന്നില്ല.
ഇവരെ ചോദിച്ചാൽ പറയും പാറമട 3-ാം വാർഡില്ല, ഇത് 2-ാം വാർഡാന്ന് പറയും. ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം നമ്മൾ 3-ാം വാർഡ് മൊത്തം പാറമടയാണ്. പാറമടയാ സത്യം പറഞ്ഞാൽ. ഇവിടെ ഈ വീടുകാരെ സംബന്ധിച്ച് പാറമടയ്ക്കായിട്ട് തന്നെ ഒരു വാർഡ് ഉണ്ടാക്കി. അങ്ങനെ അല്ല പറയാം. അതല്ലേ. അതുപോലെ ഇവരെ സംബന്ധിച്ചോളം വേറെ വെള്ളത്തിന് ഒരു മാർഗവും ഇല്ല. ഈ ജലനിധി വെള്ളം മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കിണർ പോലും ഇല്ല. അതല്ലേ. സത്യം പറയാം, കിണർ പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾ 1100 രൂപ കൊടുത്ത് ഞങ്ങൾ വെള്ളം മേടിക്കുക. 12 മാസത്തിൽ 11 മാസവും അവിടുന്ന് ഹോസിൽ കൂടെ കൃത്യമായിട്ട് ഇവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. നാടുവാണി മലയിൽ ഈ പാറമട ചേർന്ന് ഇപ്പുറത്തെ ഒരു മീൻപാറ എന്ന് പറയുന്ന കുടിവെള്ള സ്രോതസ് പറ്റിയാതിരുന്ന വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന അതിപ്പം ഇവർക്കൊരു മഴക്കാലത്ത് പോലും വെള്ളമില്ലാത്ത അവസ്ഥയായി. കാരണം ആ ഹോസെല്ലാം പൊട്ടി തകർന്ന് അല്ല അത് നിങ്ങൾക്ക് ചെന്ന് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ എല്ലാം ഇവരെടുത്ത് കഴിഞ്ഞ ദിവസം വാർത്തയ്ക്കകത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഫോട്ടോ നിങ്ങൾക്ക് ചെന്ന് നോക്കി അറിയാം. ഇപ്പൊ ഈ കുഴക്കമ്പേന്ന് വരുന്ന വെള്ളമൊക്കെ ഇവര് കഴിച്ചിട്ട് ചോറൊക്കെ വെക്കുന്ന എല്ലാം കേടാ ഒളിച്ചൊക്കെ പോവാ. ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലാത്ത വെള്ളത്തിൽ. നമ്മളിപ്പോ വെള്ളം ഇറക്കുന്ന പൈസ കൊടുത്ത് 1100 രൂപ ഒരു ടാങ്ക് വെള്ളത്തിന്. അത്ര ഞങ്ങളൊരു കഷ്ടതയിലാണ്. പൈസ മുടക്കി ഞങ്ങൾ വെള്ളം മേടിച്ചോണ്ടിരിക്കുക. നേരത്തെ പൈസ മുടക്കാൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടത് വെള്ളം വരുന്നത്. അത് അവർ മൂടി എന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ കയറി നോക്കിയായിരുന്നു. കറണ്ട് ചാർജ് പോലും ഞങ്ങൾക്ക് കൊടുക്കണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു അതാ വെള്ളം.